അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ ബുഷി തന്നെ വിട്ട് പറന്നകന്നു പോയിരിക്കുന്നു എന്നറിയാതെ ICUവിൽ കഴിയുകയാണ് അൻഷിഫ്. അൻഷിഫ് ഒന്നും അറിയുന്നില്ല, അവൻ ഏതോ ലോകത്താണ്. ഒരു പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ബുഷി പോവുകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം അതൊരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ബുഷി, നീ എന്നെ വിട്ട് പോകല്ലേ മുത്തേ എന്ന് പറഞ്ഞ് തീർച്ചയായും അവനവളെ ചേർത്ത് പിടിക്കുമായിരുന്നു. പക്ഷേ അവസ്ഥ ആ സിനാൻ ഇങ്ങനെയാക്കി തീർത്തില്ലേ. ഒന്നും ഓർമ്മയില്ലാത്ത രീതിയിൽ, ആരാണെന്ന് പോലും അറിയാത്ത രീതിയിൽ. അതെ, ബുഷി അത്രയും അവൻ്റെ അരികിൽ വന്ന് കരഞ്ഞിട്ടും കൈ പിടിച്ചിട്ടും ചുംബനങ്ങൾ അർപ്പിച്ചിട്ടും അവനൊന്നുപോലും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളി ഉറ്റി വീണു എന്നല്ലാതെ. റബ്ബേ, ഇത്രക്കൊരു ദുഷ്ടത്തരം ആരോടെങ്കിലും കാണിക്കാൻ ഇയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ശരിക്കും സിനാൻ്റെ ആ ഒരു കാട്ടിക്കൂട്ടലുകൾ എന്താ ചെയ്യുക? ഒരുമിച്ചൊരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ സമ്മതിച്ചില്ല. എന്ത് ചെയ്യാൻ? എന്നാൽ പാവം ബുഷി, അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുഖം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അതാ ആ ഫ്ലൈറ്റ് യാത്രയിലാണ്. അജ്മൽ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇക്കാൻ്റെ കുട്ടി കരയില്ലേ, ഇക്കാൻ്റെ കുട്ടി കരഞ്ഞ ഇക്കാക്ക് പിന്നെ ആരാ ഉണ്ടാവുക? എൻ്റെ ബുഷിയെ, ഇക്കാൻ്റെ കുട്ടി കരയില്ലിട്ടോ, എല്ലാം നല്ലതിനായിരിക്കും. അതെ, അല്ലെങ്കിലും ആ അവസ്ഥയിൽ എൻ്റെ കുട്ടി അവിടെ നിന്നിട്ട് എന്താ? അവരെല്ലാ ട്രീറ്റ്മെൻറ്റും ഷിഫിയും റയാനും കൊടുക്കുന്നുണ്ട്, അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊന്നും അത് മാറിക്കിട്ടുക എന്നത് അത് എളുപ്പമല്ല ബുഷി. അത് സാവധാനത്തിൽ മാറും. ട്രീറ്റ്മെൻറ്റിന് സമയമെടുക്കും. നമ്മൾ ധൃതി പിടിക്കരുത്. അതുവരേക്കും എൻ്റെ കുട്ടി ക്ഷമിച്ച് നിൽക്കണം. അതെ, ഇക്കാൻ്റെ കുട്ടി പറഞ്ഞ പോലെ തന്നെ ഇക്കാൻ്റെ കുട്ടിക്ക് നല്ലൊരു ജോലി ഞാൻ സെറ്റാക്കി തരും. അതും നമ്മൾ അറബി ഉമ്മേൻ്റെ ഹോസ്പിറ്റലിൽ. അവിടെ നഴ്സിംഗ് ജോലിയാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതാ, അത് നമ്മുടെ അറബി ഉമ്മ അല്ലേ. നമ്മൾ അറബി ഉമ്മ എന്ന് വെച്ചാൽ അത്രക്കും നല്ല ഒരു ഉമ്മയല്ലേ. അവർ ഒരാളെയും കഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതല്ല. അവർക്ക് അറിയാം ഒരാളുടെ വേദന. പിന്നെ എൻ്റെ ബുഷി, നീ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. അറബി ഉമ്മ ഉള്ളിടത്തോളം കാലം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ പെറ്റുമ്മയേക്കാളും എത്രയോ നല്ലത് അറബി ഉമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി മോളെ. ഇക്ക, അത് ശരി തന്നെയാണ്. ഉമ്മാനെ സിനാന് വളച്ചെടുത്തിട്ടുണ്ട്. അതാണ്. ഉമ്മ ആദ്യമൊക്കെ നല്ലത് തന്നെയായിരുന്നു. പക്ഷേ ഉമ്മാക്കിപ്പോൾ വേറെന്തൊക്കെയോ ലക്ഷ്യമാണ്. എന്നെക്കൊണ്ട് കെട്ടിപ്പിച്ചിട്ട് എന്തിനാണ് ഇക്ക? എനിക്ക് കഴിയില്ല അയാളുടെ കൂടെ ജീവിക്കാൻ. ഡൈവേഴ്സ് നോട്ടീസ് കിട്ടിയപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. സാരല്ല, അതൊക്കെ എന്തൊക്കെയോ കളി കളിച്ചതായിരിക്കും. ഇക്ക, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ശരിക്കും എന്നെ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ടാവുമോ? അതാണ് ആ നോട്ടീസ്. എന്നാൽ അജ്മലിന് ഉത്തരമുണ്ടായില്ല. കാരണം അത് വക്കീൽ നോട്ടീസായിരുന്നു. ഒരു പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ന് കരുതി അവൻ മൗനം പാലിച്ചു. അതെ ബുഷി, ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ കുട്ടിയെ അൻഷിഫ് ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ കുട്ടിക്ക് അതിനേക്കാൾ നല്ലത് പഠിച്ചോൻ തരും. വേണ്ടിക്ക, വേണ്ട. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഭർത്താവ്, അതായത് എൻ്റെ കല്യാണം കഴിച്ച ഭർത്താവ് മരിക്കുവോളം അതെന്നെ മതി. അല്ലാതെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഈ മനസ്സെന്നെ അത് അനുവദിക്കില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. പെട്ടെന്ന് അജ്മൽ ഓർത്തു, അപ്പോൾ ഷാമിലിനെ കുറിച്ചുള്ള കള്ളക്കഥകളൊക്കെ സിനാൻ കെട്ടിച്ചമച്ചത് തന്നെ ആയിരിക്കും. എൻ്റെ പെങ്ങളുടെ ഹൃദയം കണ്ടില്ലേ, ഇത്രമാത്രം അവസ്ഥയിൽ പോലും അവനെ വിടുന്ന ലക്ഷണമില്ലല്ലോ. അപ്പോൾ അവളുടെ സ്നേഹം എത്രമാത്രം ഉണ്ട്. ബുഷി, ഇക്കാൻ്റെ കുട്ടിക്കാരയില്ലേ ഇക്ക? എന്നാലും ഇക്ക വരെ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ. ആ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ആരുടെയൊക്കെയോ വാക്ക് കേട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ ഇക്ക? ഇല്ലടി, ഞാൻ നിൻ്റെ ബ്രദറാണ്. അത് നിൻ്റെ ഇക്കാക്കയാണ്. പിതാവിൻ്റെ സ്ഥാനമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരാൾ നിന്നെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞ് എനിക്ക് എങ്ങനെ സഹിക്കും പെണ്ണേ? ഞാൻ സത്യം പറഞ്ഞു ഷാമിലിനെ കുറേ വിളിച്ച് ഞാൻ ചീത്ത പറഞ്ഞതാണ്. ഷാമിലിനെ ഒരുപാട് വിളിച്ച് ഞാൻ ചീത്ത പറഞ്ഞു. ഷാമിൽ പാവം, അവനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അവൻ്റെ ഉപ്പയെ വിളിച്ച് ചീത്ത പറഞ്ഞു. ഇക്ക, എന്തെങ്കിലും കേട്ടു എന്ന് കരുതിയിട്ട് സത്യം അറിയാതെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ബുഷി, ചെയ്യാനൊന്നും പാടില്ല. അതൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാനൊരു
ഒരു ആങ്ങളെയാണ്. എൻ്റെ പെങ്ങൾ ആരെങ്കിലും വേണ്ടാത്ത രീതിയിൽ തൊട്ട് കളിച്ചാൽ, അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, എൻ്റെ പെങ്ങളുടെ ജീവിതം ആരെങ്കിലും കേടുവരുത്താൻ വിചാരിച്ചാൽ എനിക്ക് സഹിക്കുമോ? ഞാൻ നിൻ്റെ ആങ്ങളെയല്ലേ പെണ്ണേ, ഞാൻ നിൻ്റെ ബ്രദറല്ലേ? അതുകൊണ്ട് ഞാൻ വിളിച്ചു മകനെ നേർക്ക് നടത്താനൊക്കെ പറഞ്ഞിട്ട്. എന്താ ചെയ്യാം, അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ബുഷി, ഇക്കാൻ്റെ കുട്ടി കഴിഞ്ഞൊന്നും ആലോചിക്കണ്ട ഇനി. പിന്നെ അൻഷിഫിനെ കുറിച്ച് ഞാൻ എന്താ പറയുക ഇക്ക? അതെ, അൻഷിഫിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെങ്കിലും ആ രീതിയിലാണെങ്കിലും മരിക്കോളം എനിക്ക് അദ്ദേഹത്തെ മാത്രം മതി ഭർത്താവായിട്ട്. വേറെ ഒരാളെയും സ്നേഹിക്കാനുള്ള കരുത്ത് എനിക്കില്ല, സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ലേക്ക. മരിക്കും വരെ എനിക്ക് ആ ഭർത്താവിനെ മാത്രം മതി, മറ്റൊരാളെ ഞാൻ കൊതിച്ചിട്ടില്ല ഇക്ക. സത്യമായിട്ടും എൻ്റെ ഇക്ക എന്നെ കൈ പിടിച്ച് ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം എൻ്റെ ജീവനായിരുന്നു, പ്രാണനായിരുന്നു. പക്ഷേ അതിനിടയിൽ സിനാൻ്റെ വാക്ക് കേട്ട് എന്നെന്തൊക്കെയോ പറഞ്ഞിരുന്നെങ്കിലും ഇക്ക, എനിക്കറിയാം, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. അതായത് അവന് മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോലും നീ അവൻ്റെ കൂടെ വീണ്ടും ജീവിക്കാൻ ഉദ്ദേശിച്ചുവെങ്കിൽ അതെ, നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ സ്നേഹമാണ് അവിടെ കാണുന്നത് എൻ്റെ ബുഷി. നിനക്ക് അള്ളാഹു നിൻ്റെ പ്രാർത്ഥന കേൾക്കും. നീ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചോ. പെട്ടെന്ന് അതാ ഫ്ലൈറ്റിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വരുന്നു. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യാത്രിയോ കൃപയ ധ്യാൻ ധേം, ഹമാരി ഉഡാൻ കുച്ച് ഹി പാലോ മേ ഉഡാൻ ഭരനെ വാലി ഹേ, കൃപയ അപ്നി സീറ്റ് ബെൽറ്റ് ബാंध ലെഹേം. Ladies and gentlemen, welcome aboard. Our flight is about to take off in a few moments. Please ensure your seat belts are securely fastened. പ്രിയ യാത്രക്കാരെ, സ്വാഗതം. നമ്മുടെ വിമാനം ഏതാനും നിമിഷങ്ങൾക്കകം പറന്നു വരുന്നതാണ്. എല്ലാവരും നിങ്ങളുടെ സീറ്റ് ബെൽറ്റുകൾ കൃത്യമായി ധരിക്കുക. എന്നാൽ അതിനുശേഷം അറബിയിലുള്ള അനൗൺസ്മെൻറ്റും വന്നു. അയ്യുഹ സാദ തുവ സാദ അഹ്ലൻ ബിക്കും അല മത്നി ത്വാഇറത്ത് സത്തൂർ തോയർത്തുന ഖിലാല ലഹ്ദാത്തിൻ ഖലീല യുർജ റബ്തു അസാമിത്തിൻ അമാൻ. വിമാനത്തിൻ്റെ എഞ്ചിനുകൾ വലിയൊരു ശബ്ദത്തോടെ ഇരമ്പി റൺവേയിലൂടെ കുതിച്ചുയർന്ന ആകാശത്തേക്ക് ആ വിമാനം ഉയർന്നു പൊങ്ങി. കരിപ്പൂരിൻ്റെ വെളിച്ചങ്ങൾ താഴെ ചെറിയ ദീപങ്ങൾ പോലെ അണഞ്ഞുപോയി. വിമാനം ഇപ്പോൾ മേഘക്കൂട്ടുകൾക്ക് മീതെ ഉയരത്തിൽ പറക്കുകയാണ്. വിമാനത്തിനകത്തെ വെളിച്ചം മങ്ങി. രാത്രിയുടെ ശാന്തതയിലേക്ക് യാത്ര നീങ്ങി. അജ്മൽ ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ബുഷിക്ക് കണ്ണുകൾ അടക്കുവാൻ കഴിഞ്ഞില്ല. വിമാനത്തിൻ്റെ ജനാലച്ചില്ലിൽ അവളുടെ കണ്ണീർ തുള്ളികൾ തിളങ്ങി. അവളുടെ മനസ്സ് ആയിരക്കണക്കിന് കിലോമീറ്റർ പിന്നോട്ട് കേരളത്തിലെ ആ ഒരു ആശുപത്രി വാർഡിലേക്ക്, അതെ, ആ ICUവിലേക്ക് സഞ്ചരിച്ചു. അവിടെ ജീവന് വേണ്ടി വെന്റിലേറ്ററിൽ മല്ലിടുകയാണ് അവളുടെ പ്രിയപ്പെട്ടവൻ അൻഷിഫ്. ഒരു സാധാരണ അസുഖമല്ലായിരുന്നു അദ്ദേഹത്തിന്. അതെ, ഓട്ടോമാറ്റിക്കലി ശരീരത്തിൽ ഉണ്ടായ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമോ ഒന്നുമല്ല. ഒരാൾ വരുത്തിവെച്ച, അതും പ്രശസ്തനായ ഡോക്ടർ ആയിരുന്നു വരുത്തിവെച്ചത്. ആ ചികിത്സിച്ചത് അയാൾ ആകപ്പാടെ മാറ്റിമറിച്ചതാണ്. അശ്രദ്ധയോ അതോ മനഃപൂർവ്വമായ ചതിയോ കാരണം അൻഷിഫിൻ്റെ നില ഗുരുതരമായി മാറുകയായിരുന്നു. അശ്രദ്ധയല്ല, അത് ചതി തന്നെയാണ്. തെറ്റായ മരുന്നുകളും ഡോസ് കൂടി ഇഞ്ചക്ഷനും നൽകി അവനെ അബോധാവസ്ഥയിലേക്ക് ആക്കിയത് ഡോക്ടർ സിനാനാണ്. ആ ചതി ചിരിച്ചറിഞ്ഞെങ്കിലും ആശുപത്രി അധികാരികളുടെ സ്വാധീനത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടു പോയ ബുഷിക്ക് നീതി ലഭിക്കാത്തതുപോലെ അവൾക്ക് തോന്നി. ഒടുവിൽ അവളുടെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടി പണം കണ്ടെത്തുവാൻ വേണ്ടി കൂടിയിട്ടാണ് ബുഷി പറന്നകലുന്നത്. ബുഷി മനസ്സിൽ പറഞ്ഞു, അൻഷിഫ്ക, എന്നോട് ക്ഷമിക്കട്ടോ, ഞാൻ പോവുകയാണ്. ബുഷി മനസ്സിൽ കരഞ്ഞു. ആകാശത്തിലൂടെ പായുന്ന ആ വലിയ വിമാനത്തിൻ്റെ വേഗതയേക്കാൾ വേഗത്തിൽ അവളുടെ സങ്കടങ്ങൾ അവളുടെ ഇടനെഞ്ചിൽ ഹാഞ്ഞടിച്ചു കൊണ്ടിരുന്നു. വിമാനം ഇപ്പോൾ ആയിരക്കണക്കിന് അടി ഉയരത്തിൽ ആകാശത്തോടു കൂടി സഞ്ചരിക്കുകയാണ്. ബുഷി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. താഴെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ വെളിച്ചങ്ങളെല്ലാം മങ്ങി മാഞ്ഞിരിക്കുന്നു. അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന അവൾ ഫോൺ ഓൺ ചെയ്ത് അൻഷിഫിൻ്റെ ആ ഒരു ഫോട്ടോ എടുത്തു നോക്കി. അതെ, അദ്ദേഹത്തിൻ്റെ കിടപ്പ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫോട്ടോ. വിമാനത്തിലെ തണുപ്പ് അവളുടെ ദേഹത്ത് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ തണുപ്പായിരുന്നു അവളുടെ മനസ്സിൽ. അജ്മൽ അടുത്ത സീറ്റിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണിരിക്കുന്നു. എയറോസ്റ്റസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവരുടെ ശബ്ദം ബുഷിയുടെ കാതുകളിൽ അന്യമായ ഭാഷയിൽ മുഴങ്ങി.
Dear passengers, we are currently cruising at 3500 feet. We will be serving dinner soon. Please let us know if you need any assistance. അത് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും അതാ അനൗൺസ്മെന്റ് മുഴങ്ങുന്നു. ആ ഇസായിൽ റുക്കാബ് നഹ്നു നുഹല്ലിഖു ആന അല ഇർത്തിഫാഹി സലാസത്തി വ സലാസീന അൽ ഖദമി. ബുഷി കണ്ണുകൾ അടച്ചു. ആ ഇരമ്പൽ ക്രമേണ അൻഷിഫിന്റെ വിളി പോലെ അവൾക്ക് തോന്നി. അവൾ പതിയെ മയക്കത്തിലേക്ക് അതാ വഴുതി വീഴുന്നു. 4-5 മണിക്കൂർ പിന്നിട്ടപ്പോൾ അതാ സൗദി എയർലൈൻസ് അവിടെ ലാൻഡ് ചെയ്തു. അജ്മൽ പറഞ്ഞു, ബുഷി, നിനക്ക് നഴ്സിംഗ് ജോലിക്ക് പറ്റിയ ഒരു സ്പോൺസറുണ്ട്. അതായത് അറബിയുമ്മ ഇപ്പോൾ ഒരു ചെറിയൊരു പാർട്ട്ണർഷിപ്പിലാണ് അവരുമായിട്ട്. അറബിയുമ്മയുടെ പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. അപ്പോൾ സ്പോൺസർ വരും. ഞാൻ അറബിയുമ്മയോട് പറഞ്ഞിരുന്നു. അപ്പോൾ നിനക്ക് അവിടെ ജോലി ചെയ്യുവാനും അതുപോലെ തന്നെ നിനക്ക് അവിടെ കഴിയുവാനും ഒക്കെ ഉള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ എന്തൊക്കെ തന്നെയാലും വന്നോണ്ട് കേട്ടോ. നീ തൽക്കാലം അങ്ങോട്ട് ചെല്ലേ. ഇക്ക, ഞാൻ ഒറ്റക്കോ? എന്താ ബുഷി, സ്പോൺസറാണ്. അതായത് നമ്മുടെ അറബിയുമ്മയുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. അവരുടേത് കൂടിയാണ് ആ ഒരു ഹോസ്പിറ്റൽ. ഇവിടെ ആകുമ്പോഴേ കുറച്ചധികം സാലറി ഒക്കെ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ റെക്കമെൻഡിലൂടെയാണ് നിനക്ക് പെട്ടെന്ന് ഇവിടെ ജോലി സെറ്റാക്കുന്നത്. പിന്നെ എന്താ വേണ്ടത്? ഇത്ര പെട്ടെന്ന് വേണ്ടേ? നിൻ്റെ CV കാര്യങ്ങൾ അതൊക്കെ ഓക്കെ ആണല്ലേ? അതെ അതെ. അജ്മൽ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് അല്പം ഒന്ന് ഭയം തോന്നി. ആരും അറിയാത്ത സ്ഥലത്ത് ആദ്യമായിട്ടൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക, അതും അറിയാത്തൊരാളുടെ കൂടെ. സൗദി എയർലൈൻസിൽ നിന്ന് അവരിറങ്ങി അജ്മൽ ഏൽപ്പിച്ചത് അതാ ഒരു സ്പോൺസറെ ആയിരുന്നു. നല്ലൊരു മാന്യനായ അറബി. വലിയൊരു കാറുമായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അജ്മൽ അവളെ സ്പോൺസർക്ക് കൈമാറിയിട്ട് പറഞ്ഞു, ബുഷി, പിന്നെ ഇക്കാൻ്റെ കുട്ടി നല്ല രീതിയിൽ ജോലിക്ക് പോവുക. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താം. കാരണം ഹോസ്പിറ്റൽ ജോലിയല്ലേ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കേട്ടപ്പോൾ അവൾക്ക് അല്പം ഭയം തോന്നിയെങ്കിലും തൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ എത്രയേക്കാളും നല്ലത് അതെ അധ്വാനിച്ച് ജീവിക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അതാ അവൾ കാറിലേക്ക് കയറി. വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം കടന്നുകൊണ്ട് അതാ കാറ് പോകുന്നു. ഒരുപാട് സമയം യാത്രയ്ക്ക് ശേഷം കത്തിജ്വലിക്കുന്ന ചൂടുള്ളൊരു മരുഭൂമിയിലേക്കാണ് ആ കാറ് പോയത്. ചുറ്റും ഒഴിഞ്ഞു കിടക്കുന്ന വിശാലമായ മണൽക്കാടുകൾ. എന്നാൽ തൻ്റെ അജ്മൽ പറഞ്ഞത് ഓർത്തു, പേടിക്കേണ്ട, ഹോസ്പിറ്റലിലേക്കല്ലേ എന്നുള്ളത്. എന്നാൽ കാർ ഒരുപാട് ദൂരം പിന്നിട്ട് വിജനമായ മരുഭൂമിയിലേക്ക് എത്തിയപ്പോഴേക്കും ബുഷിക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. എന്താ ഇത്? എവിടെയാണ് ഈ ക്ലിനിക്ക്? ചുറ്റും മണൽ മാത്രമാണല്ലോ. ഒത്തിരി ദൂരം പോകുവാനുണ്ട്. അവൾ ശരിക്കും വല്ലാതെ അങ്ങ് തളർന്നു പോയി. അതെ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ആ ക്ഷീണവും എല്ലാം കൂടി ആയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു മയക്കം. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ മറ്റൊരു കാറിൽ കുറച്ച് അറബികൾ അവിടേക്ക് ഓടി വന്നു. അറബികൾ അവളെ കണ്ടിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, അസർ അസർ, സൂപ്പർ പെൺകുട്ടി എന്നുള്ള രീതിയിൽ. തന്നെ കൊണ്ടുവന്ന സ്പോൺസർ അവളെ അറബികളുടെ മുന്നിലേക്ക് തള്ളിവിട്ടു. അറബി വന്ന് അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, വാ, നിനക്ക് ഹോസ്പിറ്റൽ ജോലിയല്ലേ വേണ്ടത്? അതെ, എൻ്റെ ഹോസ്പിറ്റലിലാണ് ജോലി നിനക്കുള്ളത്. കാറിൽ കയറ്. തൻ്റെ കൈകളിൽ അപരിചിതനായ ആ അറബി കടന്നു പിടിച്ച ആ നിമിഷം ബുഷിക്ക് സഹിക്കാനായില്ല. പഠിച്ചോനെ, എന്ത് ഇത് എന്ത് ഇങ്ങനെ? എൻ്റെ അജ്മൽക്ക എന്നെ നല്ല ആളുകളുടെ കയ്യിലാണല്ലോ എന്നെ ഏൽപ്പിച്ചത്. എന്തത് പെട്ടെന്ന് മാറിയത്? എന്നാൽ ബുഷി ചോദിച്ചു, എന്താ ഇത്? അവൾ ഭയത്തോടെ നിലവിളിച്ചു. പെട്ടെന്ന് അറബിയുടെ പിടിയിൽ നിന്ന് കുതിരി മാറി അവളതാ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. എങ്ങോട്ടോ മോളെ? മോൾ അസറാണല്ലോ. അതെ, മോൾ സൂപ്പറാണല്ലോ. എങ്ങോട്ടാ പോകുന്നത്? മോൾക്ക് ജോലി വേണ്ടേ? എത്ര ക്യാഷ് മോൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ അയാൾ പതുക്കെ നടന്നു. എന്നാൽ അവൾ പേടിച്ചു. അവൾ ചുറ്റുഭാഗത്ത് നോക്കിയപ്പോൾ ആകപ്പാടെ മണൽക്കാടുകൾ. അവൾ ആ മണൽക്കാട്ടിലേക്ക് ഓടി. പിന്നാലെ ആ അറബിയും കൂട്ടുകാരും ആക്രോശിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരുന്നു. അതെ, എങ്ങോട്ടാ പോകുന്നത്? ആ ഭാഗത്തൊക്കെ പോയിട്ട് കാര്യമില്ല എന്ന് അറബിയിൽ പറഞ്ഞു. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ ദൂരേക്ക് ഓടുകയാണ്. എന്താ റബ്ബേ, എനിക്കറിയുന്നില്ല, തന്നെ ഉപദ്രവിക്കുമോ എന്ന് വരെ തോന്നിപ്പോയി. വിജനമായ ആ മരുഭൂമിയിലൂടെ അവൾ ജീവന് വേണ്ടി ഓടുകയാണ്. പൊള്ളുന്ന മണലിൽ കാൽപാദങ്ങൾ പുതഞ്ഞു. അവളുടെ ചെരുപ്പെല്ലാം നഷ്ടപ്പെട്ടു. ശ്വാസം കിട്ടാതെ അവൾ ഒരിടത്ത് തളർന്നു വീണു.
അജ്മൽക്ക, ഇക്ക, എന്നെ രക്ഷിക്കണേ, നിങ്ങളെവിടെ? അവൾ ഉറക്കെ നിലവിളിച്ചു. പെട്ടെന്നാണ് അറബികളെല്ലാം അവളുടെ അരികിലേക്ക് എത്തിയത്. കാരണം അവളുടെ കാലുകൾ തളർന്നു പോയിരുന്നു. അറബികൾ അവളെ വളയുന്ന ആ നിമിഷം അവൾക്ക് ഭയം തോന്നി. എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. മോളെ, നിന്നെ ഒന്നും ചെയ്യൂല. നിനക്ക് നല്ല ജോലി സ്ഥലം കാണിച്ചു തരാനല്ലേ ഞങ്ങളെടുത്തേക്ക് നീ എത്തിയത് എന്ന് പറഞ്ഞ് അറബികൾ ഓരോന്ന് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് അതാ ദൂരെ നിന്ന് ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം കേട്ടു. കറുത്ത വസ്ത്രം ധരിച്ച് മുഖം മൂടിയ ഒരു കുതിരക്കാരൻ അവിടേക്ക് പാഞ്ഞു വരുന്നു. അയാളുടെ കയ്യിൽ ഒരു വാളോ വടിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ആ കുതിരക്കാരനെ കണ്ടതും അറബികൾ അല്പം പിന്നോട്ട് മാറി. എന്തു പറ്റി? എന്തെവിടെ പറ്റിയത്? എന്തെങ്കിലും അപകടം പറ്റിയോ? കുതിരക്കാരൻ അറബി ഭാഷയിൽ ഗൗരവത്തോടെ ചോദിച്ചു. അത് കേട്ടതും അറബികൾ അവിടെ നിന്നും കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ബുഷി പേടിച്ചിരണ്ട് ആ കുതിരക്കാരൻ്റെ കാലടിയിലേക്ക് തളർന്നു വീണു. അവൾക്ക് ബോധം ഇല്ലാതാവുകയായിരുന്നു. ബോധം നഷ്ടപ്പെടുകയായിരുന്നു അവൾക്ക്. കുതിരക്കാരൻ ഉടൻ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോൽ സഞ്ചിയിലെ തണുത്ത വെള്ളം എടുത്തു അവളുടെ മുഖത്തേക്ക് തളിച്ചു. കുടിക്കാൻ കൊടുത്തു. ആ വെള്ളം കുടിച്ചപ്പോൾ അവൾക്ക് അല്പം ബോധം തിരിച്ചു കിട്ടിയതുപോലെ. അയാൾ അവളെ വളരെ ആയാസപ്പെട്ട് തൻ്റെ കുതിരയുടെ പുറത്തേക്ക് വലിച്ചു കയറ്റി. അങ്ങനെ വിജനമായ മരുഭൂമിയിലൂടെ അവൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. ഒടുവിൽ വെയിൽ കടുത്ത ആ മരുഭൂമിയുടെ നടുവിൽ പച്ചപ്പുള്ളൊരു ഈന്തപ്പഴത്തോട്ടവും ചെറിയൊരു തണൽ മരവും അവർ കണ്ടു. അയാൾ അവിടെ കുതിരയെ നിർത്തി. അവിടെ ഒഴുകുന്ന ചെറിയൊരു അരുവിയിൽ നിന്ന് കുതിരക്കാരൻ വെള്ളം കോരിയെടുത്ത് അവളുടെ മുഖം കഴുകിച്ചു. അവൾ അപ്പോഴും ശരിക്കും അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. വിശപ്പ് കൊണ്ട് തളർന്ന അവൾക്ക് മധുരമുള്ള പഴുത്ത ഈത്തപ്പഴങ്ങൾ അദ്ദേഹം ആ ഈത്തപ്പഴ മരത്തിൽ നിന്ന് പറിച്ചു നൽകി. അതേ താഴെ തന്നെ ഒരുപാട് പഴുത്തു നിൽക്കുന്നുണ്ട്. അവളത് കഴിച്ച് തൻ്റെ വിശപ്പും ദാഹവും മാറ്റി. അത് തന്നെ രക്ഷിക്കാൻ വന്ന ഇദ്ദേഹം ആരായിരിക്കും എന്ന് കരുതി. പക്ഷെ അവൾക്ക് ഭയമായിരുന്നു. കുതിരക്കാരൻ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ റബ്ബേ ഇങ്ങനെ അകപ്പെട്ടു പോയത്? അവൾ ഒന്നും മിണ്ടാതെ അല്പം ഭയത്തോട് ചോദിച്ചു. എന്നാൽ വിശപ്പും ദാഹവും മാറിയപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നി. അവൾ പതുക്കെ എഴുന്നേറ്റിരുന്നു. ആ കുതിരക്കാരൻ്റെ മുഖം മറച്ചിരിക്കുന്ന ആ കറുത്ത ഷാള് അദ്ദേഹം മാറ്റി. ഒരു നിമിഷം ബുഷി അയാളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് ബുഷി ഞെട്ടിത്തിരിച്ചു. കണ്ണുകൾ വിടർത്തി ആ മുഖത്തേക്ക് നോക്കി. അതെ, അത് മറ്റാരുമായിരുന്നില്ല, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അൻഷിഫ്. ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന അതേ അൻഷിഫ്. അതേ മുഖം, അവൻ്റെ അതേ മുഖവും അതേ സ്നേഹമുള്ള കണ്ണുകളും. ഇക്ക! ആ സന്തോഷവും അത്ഭുതവും താങ്ങാൻ കഴിയാതെ ബുഷി അലറിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാടി വീണു. അവനെ വാരിപ്പുണർന്നു. ഇക്ക, എനിക്ക് നിങ്ങളെ കൂടെ നിന്നാൽ മതി. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇക്ക. നമ്മൾ ഒന്നിച്ചല്ലേ ജീവിക്കേണ്ടത്? അവൾ അവൻ്റെ മാറിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. അൻഷിഫ് അവളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു, ബുഷി കരയരുത്, ഞാൻ നിൻ്റെ കൂടെയുണ്ടല്ലോ. ഇക്കാൻ്റെ കുട്ടി കരയരുത് ഇക്ക എന്ന് പറഞ്ഞ് അവളതാ വീണ്ടും ഉറക്കെ കരയുന്നു. ബുഷി ബുഷി എന്താ ബുഷി എന്ത് കരയുന്നത്? പെട്ടെന്ന് അജ്മൽ അതാ ഞെട്ടിത്തെറിച്ച് അവളെ തൊട്ടു നോക്കുന്നു. ബുഷി! അപ്പോഴേക്കും അതാ വിമാനത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ബെൽ ശബ്ദം. ഡിങ് ഡോങ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വി ആർ അബൌട്ട് ടു ബിഗാൻ our descent into Riyadh Airport. Please fasten your seat belts. അതെ, അജ്മലിൻ്റെ തട്ടലും ഈ ഇംഗ്ലീഷ് അനൗൺസ്മെൻറ്റിൻ്റെ ശബ്ദവും കേട്ട് ബുഷി ഞെട്ടി ഉണർന്നു. അവളുടെ കണ്ണുകൾ തുടർന്ന് നോക്കി. ചുറ്റും വിമാനത്തിൻ്റെ സീറ്റുകളും ജനാലകളും മാത്രം. അൻഷിഫും ആ മരുഭൂമിയും ആ യാത്രക്കാരനും എല്ലാം ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ അവളുടെ കവിളിൽ ഇപ്പോഴും ആ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണീർ തുള്ളി തിളങ്ങുന്നുണ്ടായിരുന്നു. അജ്മൽ ഉറക്കമുണർന്ന് ചോദിച്ചു, ബുഷി എന്തു പറ്റി? നീ എന്തിനെ കരയുന്നത്? നീ എന്താ ഉറക്ക കരഞ്ഞത്? എല്ലാവരും നോക്കിയത് കണ്ടില്ലേ? ഒന്നും മിണ്ടാതെ ബുഷി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. സൗദി അറേബ്യയുടെ മണ്ണിലേക്ക് ആ വിമാനം ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. മനസ്സിൽ മായാത്ത പ്രതീക്ഷയുമായി അൻഷിഫിനെ ഓർത്ത് അവൾ ആ വിമാനയാത്രയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു.
വിമാനം സുരക്ഷിതമായി സൗദി അറേബ്യയുടെ മണ്ണിൽ തൊട്ടു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയ ബുഷിക്ക് ചുറ്റും വലിയ ലൈറ്റുകളും അറേബ്യൻ മണ്ണിലെ തണുത്ത രാത്രിയുടെ കാഴ്ചകളുമായിരുന്നു. ആകാശത്തിലെ ആ സ്വപ്നലോകത്ത് നിന്ന് അവൾ പതുക്കെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴേക്കും വിമാനത്തിലെ സ്പീക്കറിൽ ഹെയറോസ്റ്റസിന്റെ മധുരമുള്ള ശബ്ദം വീണ്ടും മുഴങ്ങി. യാത്രക്കാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു അനൗൺസ്മെന്റ് വിവിധ ഭാഷകളിൽ വന്നു. Ladies and gentlemen, welcome to Saudi Arabia. We have landed safely. On behalf of your airline, we thank you all for flying with us today. We hope you had a pleasant journey and wish you wonderful stay and safe onward travels. Thank you and goodbye. എന്നാൽ തൊട്ടു പിറകെയായിട്ട് അറബിയിലും അതാ എയറോസ്റ്റസിന്റെ ശബ്ദം മുഴങ്ങി. അയ്യുഹ സൈദാത്തു വസ്സാദ അഹ്ലൻ ബിക്കും ഫിൽ മംലക്കത്തിൽ അറബിയ്യത്തി സഊദിയ ശുക്രൻ ലക്കും വ മഅസ്സലാമ. എന്നാൽ തൊട്ടുപിറകിലായിക്കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന മലയാള ഭാഷയും ചെറിയൊരു ശബ്ദത്തിൽ, പ്രിയ യാത്രക്കാരെ, സൗദി അറേബ്യയിലേക്ക് സ്വാഗതം. ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തതിന് നന്ദി. സീറ്റ് ബെൽറ്റുകൾ അഴിച്ചുകൊണ്ട് യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. അജ്മൽ തൻ്റെ സീറ്റിന് മുകളിലെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഗേജുകളും ബാഗുകളും എടുത്തു. ബുഷി എഴുന്നേൽക്ക്, നമ്മളെത്തി, അജ്മൽ വിളിച്ചു. മനസ്സില്ലാ മനസ്സോടെ ബുഷി എഴുന്നേറ്റു. അജ്മലിൻ്റെ കൈകൾ പിടിച്ച് തിരക്കിനിടയിലൂടെ അവൾ പതുക്കെ പിറകിലായി നടന്നു. വിമാനത്തിൻ്റെ ഗോവണി ഇറങ്ങി ആ വലിയ എയർപോർട്ടിലേക്ക് ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ സൗദിയുടെ തണുത്ത കാറ്റ് അവളെ തഴുകി തലോടി. യാത്രക്കാരുടെ ഒപ്പം ഒഴുകി ബുഷിയും അജ്മലും സൗദി അറേബ്യയിലെ ആ വിശാലമായ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. വലിയ ഗ്ലാസ് ജില്ലുകൾക്ക് അപ്പുറമുള്ള കാഴ്ചകളും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന ആളുകളുടെ തിരക്കും. എന്നാൽ ആ തിരക്കിനിടയിലും ബുഷിയുടെ കണ്ണുകൾ മറ്റെങ്ങുമായിരുന്നില്ല. അവളുടെ കണ്ണുകൾ എയർപോർട്ടിൻ്റെ ഓരോ കോണിലേക്കും പാഞ്ഞു നടന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പെട്ടെന്ന് ആരെങ്കിലും തനിക്കായി കൈവീശുന്നുണ്ടോ, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട അൻഷിഫ് ആശുപത്രിയിലെ അബോധാവസ്ഥയൊക്കെ മാറി തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എങ്ങാനും വന്നു നിൽക്കുന്നുണ്ടോ എന്ന് വരെ അവൾക്ക് തോന്നി. കാരണം അവൾ ഫ്ലൈറ്റിൽ നിന്ന് കണ്ട സ്വപ്നം എൻ്റെ അൻഷിഫ്ക്ക് ഇവിടെ ഉണ്ട് എന്നായിരുന്നു. റബ്ബേ, അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചിരുന്നെങ്കിൽ പഠിച്ചവനെ, നിന്നെ കൊണ്ട് കഴിയാത്തത് ഒന്നുമില്ലല്ലോ അല്ലാ. നടക്കാൻ കഴിയാത്തവർക്ക് നീ നടക്കുവാനുള്ള ശേഷി നൽകി. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് റബ്ബേ നീ കണ്ണിന് കാഴ്ച നൽകി. എല്ലാം നീ നൽകിയല്ലോ അല്ലാ. എൻ്റെ അൻഷിഫ് ഖാനെ ഇവിടെ സുഖസുന്ദരമായി എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അരികിലേക്കൊന്ന് എത്തിക്കിട്ടാൻ റബ്ബേ നിന്നെക്കൊണ്ട് കഴിയാത്തതൊന്നുമില്ലല്ലോ. ബുഷി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അവളുടെ മിഴികൾ ഓരോ മുഖത്തും തിരിഞ്ഞു. ജനങ്ങളുടെ ഇടയിൽ ആരെങ്കിലും അൻഷിഫിൻ്റെ രൂപത്തിൽ നടന്നു വരുന്നുണ്ടോ എന്ന് അവൾ വെമ്പലോടെ നോക്കി നിന്നു. നെഞ്ചിൽ അടങ്ങാത്തൊരു തേങ്ങൽ അവൾ കഷ്ടപ്പെട്ട് അടക്കി പിടിച്ചു. ബുഷി, എന്താ അങ്ങോട്ടേക്ക് നോക്കുന്നത്? വേഗം നടക്ക്, പാസ്പോർട്ട് കൺട്രോളിലേക്ക് പോകണം. അജ്മൽ അവളെ ഓർമ്മിപ്പിച്ചു. അൻഷിഫ് കൂടെയില്ലെന്ന യാഥാർത്ഥ്യം അവളുടെ നെഞ്ചിൽ വീണ്ടും ചെറിയൊരു വിങ്ങലായി പടർന്നു. എങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മണ്ണിൽ കാല് കുത്തിയത് എന്ന ഓർമ്മ അവൾക്ക് പുതിയൊരു കരുത്ത് നൽകി. കണ്ണീർ തുള്ളികൾ ഉള്ളിലൊതുക്കി മനം നിറയെ പ്രതീക്ഷയുമായി അവൾ അജ്മലിനൊപ്പം ആ വലിയ ഹാളിലൂടെ മുന്നോട്ട് നടന്നു. വിമാനത്താവളത്തിലെ തിരക്കുകളിൽ നിന്നും റെസ്റ്റോറൻറ്റിൻ്റെ സ്നിഗ്ധമായ അന്തരീക്ഷത്തിലേക്ക് അജ്മലും ബുഷിയും എത്തുമ്പോൾ ബുഷിയുടെ മനസ്സ് പൂർണ്ണമായും മറ്റൊരു ലോകത്തായിരുന്നു. കയ്യിലുള്ള ഫോണിൽ തെളിഞ്ഞു നിൽക്കുന്ന അൻഷിഫിൻ്റെ ചിത്രത്തിലേക്ക് അവൾ ഇടതടവില്ലാതെ നോക്കിക്കൊണ്ടിരുന്നു. വിമാനത്തിൽ നിന്ന് ലഭിച്ച ഭക്ഷണവും റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്തെത്തിയ വിഭവങ്ങളും ബുഷി തൊടുക പോലും ഉണ്ടായില്ല. എന്നാൽ അജ്മൽ പറഞ്ഞു, എന്താ എൻ്റെ ബുഷി, നീ കഴിക്ക്, നീ ഭക്ഷണം കഴിക്കാൻ ഞാൻ എങ്ങനെ പെണ്ണേ, നീ കഴിക്ക് ഇക്ക. എന്നാൽ അൻഷിഫിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആദ്യവും സങ്കടവും അവളുടെ വിശപ്പ് ഇല്ലാതാക്കിയിരുന്നു. അൻഷിഫ്ക്ക് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ? ബുഷി, അദ്ദേഹം ഗ്ലൂക്കോസിലാണ്, നോ പ്രോബ്ലം, അതുകൊണ്ട് കുഴപ്പമില്ല, ആവശ്യത്തിനുള്ളത് കിട്ടും, നീ കഴിക്കു പെണ്ണേ. സ്നേഹത്തോടെ ആങ്ങളയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾ ദീർഘനിശ്വാസം വിട്ടു. അതെ, ഹംദയുടെ ആരോഗ്യനില അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അറബിയമ്മയുടെ അരികിലാണെന്ന് അറബിയമ്മ വിളിച്ച് പറഞ്ഞിരുന്നു. അജ്മൽ ബുഷിയെ ഓർമ്മിപ്പിച്ചു. ആ പേര് കേട്ട മാത്രയിൽ അറബിയമ്മ എന്ന് കേട്ടപ്പോൾ ബുഷിയുടെ മുഖത്ത് നേരിയൊരു പ്രത്യാശയുടെ വെളിച്ചം പ്രകടമായി. അറബിയമ്മ? അതെ മോളെ, നമ്മൾ പോകുന്നത് അറബിയമ്മയുടെ അടുത്തേക്കാണല്ലോ.
അവൾ തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ഓർത്തു. അത് ഏതോ കാട്ടറബികളുടെ കൈകളിൽ ഞാൻ എത്തിപ്പെട്ടതും എന്നെ രക്ഷിച്ചതും അൻഷിഫ്ക എൻ്റെ അടുത്തേക്ക് വന്നതും എല്ലാം. ഉമ്മയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട അൻഷിഫിനെ രക്ഷിക്കാൻ കഴിയുമോ? അറബിയുമ്മക്ക് അതിന് കഴിയോ? അതെ, എൻ്റെ അറബിയുമ്മക്ക് അത് കഴിയുമായിരിക്കും. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു അടിയുറച്ച വിശ്വാസം ഉടലെടുത്തു. അറബിയുമ്മ അൻഷിഫ് ഖാൻ രക്ഷിക്കാൻ കഴിയും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം സുഖമില്ലാത്ത പലരെയും അറബിയുമ്മ രക്ഷിച്ചിട്ടുണ്ട്. അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അതെനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അൻഷിഫ് ഖാനെയും രക്ഷിക്കുമായിരിക്കും എൻ്റെ അറബിയുമ്മ. അവൾ ഒരു നിമിഷം അതോർത്തു. അല്ലാ റബ്ബേ, അറബിയുമ്മ തന്നെ പ്രിയപ്പെട്ട അൻഷിഫിൻ്റെ ജീവൻ രക്ഷിക്കാൻ അറബിയുമ്മക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ല. എന്തെന്നറിയില്ല, അറബിയുമ്മ എന്നുള്ള പേര് കേട്ടപ്പോഴേ അവളുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വന്നു. റബ്ബേ, അല്ലാ പഠിച്ചോനെ, നീ വിചാരിച്ചാലെല്ലാം നടക്കുമല്ലോ. അല്ലാ റഹ്മാനെ, എനിക്ക് നന്നായിട്ടറിയാം. ബുഷി, ഭക്ഷണം കഴിക്കുവണ്ണേ. അറബിയുമ്മ എന്ന് കേട്ടപ്പോൾ നിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇക്ക, അറബിയുമ്മ എല്ലാവരെയും രക്ഷിക്കുന്ന ആളാണ്. എൻ്റെ അൻഷിഫ് ഖാനെയും രക്ഷിക്കാൻ അറബിയുമ്മക്കാവോ? ബുഷി, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. നമ്മുടെ റയാനും ഷിഫയും അവർക്ക് വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. ആരോഗ്യനിലയിൽ മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് കണ്ടോ, എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അതൊക്കെ റെഡിയാവുന്ന പറഞ്ഞത്. ആദ്യം ഈ എടുത്ത മെഡിസിൻസ്, അതായത് ഉപയോഗിച്ച മെഡിസിൻസ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടാണ് പുതിയത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അല്ലാൻ പറ്റില്ലല്ലോ, പഴയതിലേക്ക് തന്നെ നിറച്ചിട്ട് കാര്യമില്ല. അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി ഇവർ പരിശ്രമിക്കുന്നുണ്ട് നല്ലോണം. എൻ്റെ ബുഷി, എല്ലാം റെഡിയാകും. പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യേ. എന്നാൽ പെട്ടെന്ന് അജ്മൽ ഓർത്തത് ഉമ്മയായിരുന്നു. അതെ, 2 മക്കൾ വീട് വിട്ട് ഇറങ്ങിയിട്ട് പോലും ഉമ്മ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്തില്ല. ഉമ്മാൻ്റെ ഒരു മനസ്സ് മാറലാണ് ഞാൻ ആലോചിക്കുന്നത്. ആയിക്കോട്ടെ, ഉമ്മമാരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, ഉമ്മമാരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. ഞങ്ങളൊന്നും പറഞ്ഞാലും എതിർത്താലും ഒരിക്കലും ഉമ്മ അത് എടുക്കില്ല. അതെ, ഉമ്മാക്ക് സിനാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണിപ്പോൾ. സ്വന്തം മകളെ തള്ളി പറഞ്ഞാലും അത് ഏതോ ഒരാളെയാണ് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്. എന്ത് കാര്യത്തിനാണാവോ എനിക്കറിയുന്നില്ല. ഇക്ക എന്തിനെ കരയുന്നത്? ബുഷിയുടെ ആ ഒരു വാക്ക്. ഒന്നുമില്ല പെണ്ണേ, നീ കഴിക്കുമുത്തേ, കുറച്ചെങ്കിലും കഴിക്കേ, എന്നിട്ട് നമുക്ക് പോകാം. അങ്ങനെ അതാ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി. വിശപ്പില്ലേക്ക, എനിക്ക് കഴിക്കാൻ. അവൾ അല്പം കഴിച്ചു. അതിൽ നിന്ന് മതിയിക്ക ബുഷി, എന്ന എണീക്ക് പോകാം. അങ്ങനെ അതാ ഹോട്ടലിൽ ബില്ലടച്ച് അവർ യാത്രയാകുന്നു. പെട്ടെന്നാണ് അജ്മലിൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ഹലോ ഹംദ, ഇക്ക നിങ്ങൾ ദാ വരുന്നുണ്ട്. ആണോ? മാഷാ അല്ലാ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അജ്മൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക് എത്തുകയാണ്. അറബിയുമ്മ കാത്തിരിക്കുകയാണ്. എന്നാൽ ബുഷിയും കൂടെയുണ്ട് എന്നറിഞ്ഞ അറബിയുമ്മക്ക് സന്തോഷം കൊണ്ട് അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, എൻ്റെ കുട്ടിയെ കാണാൻ ഞാൻ കൊതിച്ചതായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ബുഷി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അറബിയുമ്മ അവർക്ക് വേണ്ടി കാത്തിരുന്നു. അതെ, അറബിയുമ്മ സ്വന്തം ഉമ്മക്ക് കൊടുക്കാൻ കഴിയാത്ത സ്നേഹം പോലും അറബിയുമ്മക്ക് കൊടുക്കാൻ കഴിയും. അതാരായാലും എത്ര പ്രതിസന്ധിയിലും എല്ലാവരെയും കരകയറ്റാനും എല്ലാവരെയും രക്ഷിക്കുവാനും അറബിയുമ്മക്ക് കഴിയും. അതെ, എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ന് അറബിയുമ്മ എപ്പോഴും പറയും. അതിനുള്ള പണവും ആസ്തിയുമെല്ലാം അറബിയുമ്മക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബുഷിയെയും അജ്മലിനെയും അറബിയുമ്മ കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.